നമസ്കാരം. ആഗോളതലത്തിൽ നയതന്ത്ര മേഖലയിൽ ഒരുപാട് സംഭവങ്ങൾ നടക്കാറുണ്ട്. വിദേശ രാഷ്ട്രത്തലവന്മാർ തമ്മിലുള്ള വ്യക്തിബന്ധങ്ങളും അവർ തമ്മിൽ നടക്കുന്ന ചർച്ചകളും ഇതൊക്കെ തന്നെ എപ്പോഴും ഒട്ടേറെ വാർത്താ പ്രാധാന്യം നേടുന്നവയാണ്. എന്നാൽ അതിൽ തന്നെ ഏതെങ്കിലും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് അത് കൂടുതൽ ലോകശ്രദ്ധ പിടിച്ചുപറ്റുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു കാർ ഡിപ്ലോമസിയെക്കുറിച്ചാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പോലും ചർച്ച ചെയ്യുന്നത്. കാർ ഡിപ്ലോമസി എന്നൊരു ഡിപ്ലോമസി നമ്മൾ പൊതുവെ കേട്ടിട്ടില്ല എങ്കിൽ പോലും ഇരുവരും ഒരുമിച്ച് ഒരു വാഹനത്തിൽ സഞ്ചരിക്കുന്ന ആ ഒരു രീതി, സാധാരണഗതിയിൽ രണ്ട് രാഷ്ട്രത്തലവന്മാർ ഒരു വാഹനത്തിൽ ഒരുമിച്ച് സഞ്ചരിക്കാറില്ല. നമ്മൾ തന്നെ കാണാറുള്ളതാണ്. പലപ്പോഴും റിപ്പബ്ലിക് ഡേ പരേഡിനൊക്കെ വിശിഷ്ടാതിഥിയായി എത്തുന്ന വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള അതിഥി എത്തുന്നത് ഒരു പ്രത്യേക കാറിലായിരിക്കും. ഇന്ത്യയുടെ രാഷ്ട്രപതി അല്ലെങ്കിൽ പ്രധാനമന്ത്രിയൊക്കെ തന്നെ എത്തുന്നത് മറ്റൊരു വാഹനത്തിലായിരിക്കും. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി. എന്നാൽ ഇതിനൊക്കെ വലിയൊരു മാറ്റം വരുത്തിയത് ഈ വർഷം പകുതിയോടെ ചൈനയിലെ ഷാങ്ഹായിൽ നടന്ന ഉച്ചകോടിക്കിടയിലാണ്. ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കാനെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്ളാഡിമിർ പുടിൻ്റെ അത്യന്താധുനിക സംവിധാനങ്ങളുള്ള ലിമൂസിൻ കാറിലേക്ക് കയറുകയായിരുന്നു. തുടർന്ന് രണ്ടുപേരും ഏതാണ്ട് 45 മിനിറ്റിലധികം സമയമാണ് ഈ കാറിനുള്ളിൽ ചിലവഴിച്ചത്. വളരെ വിശദമായ രീതിയിലുള്ള ചർച്ചകളാണ് നടന്നത് എന്നാണ് പറയപ്പെടുന്നത്. അന്ന് പലരും ഇത് അത്ഭുതത്തോടു കൂടിയാണ് നോക്കിയത്. കാരണം സാധാരണഗതിയിൽ ഒരിക്കലും ഒരു രാഷ്ട്രത്തലവനും ഒരു ഉച്ചകോടിക്ക് എത്തിയാൽ പോലും ഇത്തരത്തിൽ മറ്റുള്ള ഒരാളുടെ വാഹനത്തിൽ കയറി സഞ്ചരിക്കുന്ന പതിവില്ല. ഏതായാലും നരേന്ദ്രമോദി അദ്ദേഹത്തിന് വ്യക്തിപരമായി ഏറെ അടുപ്പമുള്ള വ്യക്തി തന്നെയാണ് വ്ളാഡിമിർ പുടിൻ. അതുകൊണ്ട് കൂടിയായിരിക്കാം ഏതായാലും അദ്ദേഹം കാറിനുള്ളിലേക്ക് കടന്ന് വളരെ വിശദമായി സംസാരിക്കാൻ കഴിഞ്ഞു. ഒരു ഉച്ചകോടിക്കിടെ ഇത്രയും സമയം വീണ് കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഉച്ചകോടി നടക്കുമ്പോൾ നമുക്കറിയാം നിരന്തരമായ ചർച്ചകളും പ്രസംഗങ്ങളും അതുമായി ബന്ധപ്പെട്ട വാദപ്രതിവാദങ്ങളും ഒക്കെ നടക്കുന്നൊരു സ്ഥലമാണ്. അങ്ങനെയുള്ള ഒരു സ്ഥലത്താണ് 3/4 മണിക്കൂറധികം സമയം ഇരുവരും പുടിൻ്റെ ഏറ്റവും അത്യന്താധുനിക സൗകര്യമുള്ള ഈ ലിമൂസിൻ കാറിൽ സഞ്ചരിക്കാൻ കഴിഞ്ഞത്. വ്ളാഡിമിർ പുടിന് വേണ്ടി റഷ്യയിലെ സംഗീത വിദഗ്ധന്മാർ തന്നെ നിർമ്മിച്ച ഈ അത്യാഡംബര കാറിൽ ഒരുമിച്ച് സഞ്ചരിച്ച വേളയിൽ ഇരുവരും തമ്മിൽ സംസാരിച്ചത് എന്താണ് എന്നുള്ള കാര്യം ഇനിയും വ്യക്തമല്ല. ഏതായാലും ഉച്ചകോടിയെ ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കാം, അതല്ലെങ്കിൽ യുക്രൈൻ യുദ്ധമാകാം, അത് നമുക്കറിയില്ല. ഇത് വീണ്ടും ശ്രദ്ധാകേന്ദ്രമായത് ഇന്നലെയാണ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യയിലേക്ക് എത്തിയത്. സാധാരണഗതിയിൽ വിമാനത്താവളത്തിലെത്തുന്ന അതിഥികളെ അവിടെ ചെന്ന് സ്വീകരിക്കുന്ന പതിവ് നമ്മുടെ പ്രധാനമന്ത്രിക്കോ രാഷ്ട്രപതിക്കോ ഒന്നും തന്നെ ഉള്ളതല്ല. വളരെ അപൂർവ സന്ദർഭങ്ങളിൽ മാത്രമാണ് പ്രധാനമന്ത്രി അത്തരത്തിൽ ആളുകളെ പോയി സ്വീകരിക്കാറുള്ളത്. നരേന്ദ്രമോദി തന്നെ ചില രാഷ്ട്രതലവന്മാരെ ഇത്തരത്തിൽ വിമാനത്താവളത്തിൽ നേരിട്ടെത്തി സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് സംഭവിച്ചത്. റഷ്യൻ അധികൃതരോട് നേരത്തെ മുൻകൂട്ടി പറഞ്ഞിരുന്നില്ല പ്രധാനമന്ത്രി നേരിട്ട് വിമാനത്താവളത്തിലെത്തി പുടിനെ സ്വീകരിക്കുമെന്ന്. അവർക്കും ഇത് അപ്രതീക്ഷിതമായിരുന്നു. അങ്ങനെ പാല വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരെ പുടിൻ്റെ വിമാനം ലാൻഡ് ചെയ്തതിന് ശേഷം വിമാനത്തിനടുത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹത്തെ ഹസ്തദാനം നൽകി സ്വീകരിക്കുന്നു. തുടർന്ന് ഇരുവരും ആലിംഗനം ചെയ്യുന്നു. തുടർന്നാണ് എല്ലാവരും അമ്പരപ്പിച്ചൊരു സംഭവം ഉണ്ടായത്. പ്രധാനമന്ത്രിക്കായി കൊണ്ടുവന്ന ഒരു വെള്ള ടയോട്ട ഫോർച്യൂണർ കാറിലാണ് ഇരുവരും ഒരുമിച്ച് പിന്നീട് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലേക്ക് അത്താഴ വിരുന്നിനായി യാത്ര ചെയ്തത്. നേരത്തെ പറഞ്ഞു കേട്ടിരുന്നത് പുടിൻ ഇന്ത്യയിൽ സഞ്ചരിക്കുന്നതിന് വേണ്ടി റഷ്യൻ നിർമ്മിത ലിമൂസിൻ തന്നെ കൊണ്ടുവരുമെന്നൊക്കെ ആയിരുന്നു. അതിൽ ആ കാറിന് അവിടെയെങ്കിലും കാണാനില്ലായിരുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി വളരെ നാളുകളായി ഉപയോഗിക്കുന്നത് റേഞ്ച് റോവറിൻ്റെ കാറുകളാണ്. എല്ലാവിധ സജ്ജീകരണങ്ങളുമുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ ഉള്ള ഒരു വാഹനമാണിത്. ഇന്നലെ അദ്ദേഹം ആ വാഹനം ഉപേക്ഷിച്ച് എന്തുകൊണ്ട് ഫോർച്യൂണർ തിരഞ്ഞെടുത്തു എന്ന് എല്ലാവരും അത്ഭുതപ്പെടുകയായിരുന്നു. പക്ഷേ അതിന് മറ്റു ചിലർ നൽകുന്ന വിശദീകരണം ഇതാണ്. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി പുടിൻ അത്ര നല്ല ബന്ധത്തിലല്ല, നമുക്ക് നന്നായിട്ട് അറിയാം. നിരന്തരമായി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യുദ്ധപ്രഖ്യാപനം നടക്കുന്നൊരു സമയമാണ്. റേഞ്ച് റോവർ ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖ സ്ഥാപനമായ ടാറ്റയുടെ വകയാണെങ്കിൽ പോലും അടിസ്ഥാനപരമായി ഇതൊരു ബ്രിട്ടീഷ് കമ്പനിയാണ്. ബ്രിട്ടനും പുടിനുമായുള്ള ബന്ധം വളരെ വളരെ വഷളാണ് ഈയിടെയായി. അങ്ങനെയുള്ള പുടിനെ യാത്ര ചെയ്യുന്ന അല്ലെങ്കിൽ പുടിനെ സ്വീകരിക്കാനായി എത്തുമ്പോൾ ബ്രിട്ടീഷ് നിർമ്മിത വാഹനം വേണ്ട എന്ന് ഒരുപക്ഷെ പ്രധാനമന്ത്രി തീരുമാനിച്ചിരുന്നതാണോ എന്നാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ പലരും ചോദിക്കുന്നത്. പകരം ജപ്പാൻ്റെ ഇരു രാജ്യങ്ങൾക്കും പ്രശ്നമൊന്നുമില്ലാത്ത ജപ്പാൻ്റെ വാഹനം ഉപയോഗിച്ചു എന്നാണ് പലരും കരുതുന്നത്. ഈ വാഹനത്തിലിരുന്നും ഇരുവരും ചർച്ച ചെയ്യുകയും വിമാനത്താവളത്തിൽ നിന്ന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതി എത്തുന്നതുവരെ വിശദമായ ചർച്ചകളിൽ മുഴുകുകയും ചെയ്തിരുന്നു. അപ്പോൾ ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ നയതന്ത്ര രംഗത്തേക്ക് അദ്ദേഹം നൽകിയ വലിയൊരു സംഭാവനയായിരിക്കാം ഈ ഒരു കാർ ഡിപ്ലോമസി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. നാളെ ഇത് മറ്റ് പല രാഷ്ട്രത്തലവന്മാരും ഒരുപക്ഷെ പിന്തുടരാനുള്ള സാധ്യതയുണ്ട്. നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം അദ്ദേഹം എല്ലാ രാഷ്ട്രത്തലവന്മാരോടും തന്നെ വളരെ അനൗപചാരികമായിട്ടാണ് പെരുമാറുന്നത്. അതല്ലാതെ സ്ലോ മോഷനിൽ ഹസ്താനം ചെയ്യുകയും സ്ലോ മോഷനിൽ കൈയടിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റ രീതിയല്ല അദ്ദേഹത്തിനുള്ളത്. നരേന്ദ്രമോദി വളരെ സ്നേഹത്തോടുകൂടി ഊഷ്മളമായ രീതിയിലാണ് അദ്ദേഹം പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ ലോകത്തെ എല്ലാ ഭരണാധികാരികൾക്കും അദ്ദേഹത്തോട് വ്യക്തിപരമായി തന്നെ വളരെ ഇഷ്ടമാണ്. കൃത്രിമത്വം അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിൽ ഒട്ടും തന്നെ ഇല്ല. വളരെ സ്വാഭാവികമായി എല്ലാവരോടും പെരുമാറുന്ന, അടുത്ത് ഇടപഴകുന്ന ഒരാളെന്നുള്ള നിലയിൽ, അതിന് അമേരിക്കൻ പ്രസിഡന്റ് ആണെങ്കിലും റഷ്യൻ പ്രസിഡന്റ് ആണെങ്കിലും ആരാണെങ്കിലും അദ്ദേഹം അവരോടെല്ലാം സമഭാവനയോടുകൂടി തന്നെ ഒരു അടുത്ത സുഹൃത്തിനെ പോലെ പെരുമാറുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്.
അതുകൊണ്ട് കൂടി തന്നെ ആയിരിക്കാം പ്രധാനമന്ത്രിയുടെ വാഹനത്തിലേക്ക് ക്ഷണിച്ചപ്പോൾ ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി ഒരാളായ പുടിന് യാതൊരു മടിയും കൂടാതെ പ്രധാനമന്ത്രിക്കൊപ്പം അദ്ദേഹത്തിൻ്റെ വാഹനത്തിൽ, അതും സ്ഥിരം സഞ്ചരിക്കുന്ന റേഞ്ച് റോവർ ഒഴിവാക്കി ടയോട്ടയുടെ ഫോർച്യൂണർ ഇനത്തിൽപ്പെട്ട കാറിൽ അദ്ദേഹം സഞ്ചരിക്കാൻ തയ്യാറായത് എന്ന് വേണം കരുതാൻ. ഏതായാലും ഇനി മുതൽ മറ്റു പല ലോക നേതാക്കളും ഇതൊരു മാതൃക ആക്കുമോ എന്ന് സംശയം ചോദിക്കുന്നവരോട് ഒരു കാര്യം പറയാനുള്ളത്, പല ലോക നേതാക്കളും അങ്ങനെ മോദിയെപ്പോലെ തുറന്നിടപഴകുന്നവരല്ല എന്നുള്ളതാണ്. എല്ലാവരും വളരെ ഔപചാരികതകളിൽ മുഴുകി നിൽക്കുന്ന, ഔപചാരികമായി മാത്രം പരിചയപ്പെടലുകളും അല്ലെങ്കിൽ സ്നേഹ സൂചനകളും ഒക്കെ കാണിക്കുന്ന ആളുകളാണ്. അതുകൊണ്ട് ഇത്തരത്തിൽ ഒരു കാറിലൊക്കെ ഒരുമിച്ചിരുന്ന് യാത്ര ചെയ്യാനും ചർച്ച ചെയ്യാനും ഒക്കെ അവർ തയ്യാറാകുമോ എന്നറിയില്ല. അതിനെല്ലാം അതിൻ്റേതായ ഔപചാരിക രീതികളുണ്ട്, ഡിപ്ലോമാറ്റിക് സംവിധാനങ്ങളുണ്ട്. ആ രീതിയിൽ കൂടെ മാത്രം ചർച്ച നടത്താനായിരിക്കാം ഒരുപക്ഷെ അവരിൽ പലരും ആഗ്രഹിക്കുക. പക്ഷേ ഭാഗ്യവശാൽ നമ്മുടെ പ്രധാനമന്ത്രി എല്ലാവരോടും തുറന്ന് അടുത്തിടപഴകുന്ന ഒരാളായതുകൊണ്ട് കൂടിയായിരിക്കാം പുടിൻ വളരെ സന്തോഷത്തോടു കൂടി തൻ്റെ സുഹൃത്തിൻ്റെ ഒപ്പം കാറിൽ കയറി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതി വരെ അവിടെ നടക്കുന്ന അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അദ്ദേഹം അങ്ങോട്ട് പോയത്.